ഇന്നലെ രാവിലെയും മകൾ തന്നെ വിളിച്ചിരുന്നു. ജോലിസ്ഥലത്തു നിന്നും റൂമിലേക്ക് പോവുകയാണെന്ന് പറഞ്ഞു. പിന്നെ മകൾ എന്തിനാണ് റെയിൽവേ ട്രാക്കിലേക്ക് പോയത്? ആത്മഹത്യ ചെയ്ത തിരുവനന്തപുരം രാജ്യാന്തര വിമാനത്താവളത്തിലെ ഇമിഗ്രേഷൻ വിഭാഗം IB ഉദ്യോഗസ്ഥ 24-കാരി മേഘയുടെ പിതാവ് മധുസൂദനൻ പറഞ്ഞു. ഇന്നലെ രാവിലെയും വിളിച്ചു. അവിടുന്ന് ഡ്യൂട്ടി കഴിഞ്ഞിറങ്ങി ഞാൻ റൂമിലേക്ക് പോവാണെന്ന് പറഞ്ഞു. കാരണം റൂമിലേക്ക് പോകുമെന്ന് പറഞ്ഞിട്ട് ട്രാക്കിലേക്ക് പോകേണ്ട ആവശ്യമൊന്നും ഇല്ല. അപ്പം അതെന്താ സംഭവിച്ചത്? മകളുടെ മരണത്തിൽ അന്വേഷണം വേണമെന്നും മകളുടെ ഫോൺ പരിശോധനയ്ക്ക് വിധേയമാക്കണമെന്നും മധുസൂദനൻ ആവശ്യപ്പെട്ടു. ഫോൺ പരിശോധിക്കണം, അത് അവരുടെ കസ്റ്റഡിയിലുണ്ടല്ലോ. അപ്പോൾ അത് പരിശോധിച്ച് അവസാനം കോൾ ലിസ്റ്റൊക്കെ ഒന്ന് പരിശോധിച്ച് നോക്കണം. കഴിഞ്ഞ ദിവസം പേട്ട റെയിൽവേ മേൽപ്പാലത്തിന് സമീപം റെയിൽവേ ട്രാക്കിലാണ് മേഘയുടെ മൃതശരീരം കണ്ടെത്തിയത്. പത്തനംതിട്ട അതിരുങ്കൽ കാരിക്കാക്കുഴി സ്വദേശിനിയാണ് മേഘ. ദില്ലി അമിറ്റി യൂണിവേഴ്സിറ്റിയിൽ നിന്നും ഫോറൻസിക് സയൻസിൽ ബിരുദം നേടിയ ശേഷം 2024 ജനുവരിയിലാണ് മേഘ IBയിൽ ജോലിയിൽ പ്രവേശിച്ചത്. കഴിഞ്ഞ ഫെബ്രുവരി 28-ന് വീടിന് സമീപത്തെ കാരിക്കാക്കുഴി ഭദ്രകാളി ക്ഷേത്രത്തിൽ ഉത്സവത്തിനായി മേഘ എത്തിയിരുന്നു. 2 ദിവസം വീട്ടിലുണ്ടായിരുന്നു. അന്ന് എന്തോ വിഷമം മേഘയ്ക്ക് ഉണ്ടായിരുന്നതായി പിതൃ സഹോദരൻ ബിജു പറഞ്ഞു. അവൾ എന്തൊക്കെയോ മാനസിക സംഘർഷം ഉള്ളതുപോലാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. അപ്പം ഞാൻ വിചാരിച്ചു അവൾക്ക് പനിയോ മറ്റു കാര്യങ്ങളോ ഒക്കെ ആയിരിക്കും എന്ന് വിചാരിച്ച് ഇരിക്കുകയായിരുന്നു. ഒരു സംശയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ വിചാരിച്ചു പിന്നെ അവൾക്ക് ജലദോഷവും പനിയൊക്കെ കൂടെ വരുമല്ലോ, അതിൻ്റെ ഒരു ഇതാന്ന് വിചാരിച്ചു. ഇവിടെ ആ ഉത്സവം കഴിഞ്ഞപ്പോൾ ഉടനെ തന്നെ ഇവിടെ തിരിച്ചു പോവുകയും ചെയ്തു. മേഘയുടെ മരണത്തിൽ ദുരൂഹതയുണ്ടെന്ന് ബന്ധു സന്തോഷ് വ്യക്തമാക്കി. ശരിക്കും അന്വേഷണം നടത്തണം. ഇതിൻ്റെ ദുരൂഹത എന്താണ്? അതായത് 24 വയസ്സുള്ള ഒരു പെൺകൊച്ച് ആത്മഹത്യ ചെയ്യണമെങ്കിൽ അതിനകത്ത് ദുരൂഹതയുണ്ടെന്നുള്ളത് കറക്റ്റാണ്. അതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ച ആര് തന്നെയായാലും അവർ നിയമത്തിൻ്റെ പിടിയിൽ വരണം എന്നുള്ളതാണ് ഞങ്ങളുടെ താല്പര്യം. ITI പ്രിൻസിപ്പലായി വിരമിച്ച ആളാണ് മേഘയുടെ പിതാവ് മധുസൂദനൻ. അമ്മ നിഷ പാലക്കാട് കളക്ടറേറ്റിൽ ഉദ്യോഗസ്ഥയാണ്. ഇരുവരുടെയും ഏക മകളായിരുന്നു മേഘ. റിപ്പോർട്ടർ, പത്തനംതിട്ട.